മോനെ ഇജ്ജ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് എന്ന് വിചാരിച്ചോ? അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു പ്രശ്നങ്ങള്. ഇജ്ജ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് എന്ന് വിചാരിച്ചോ? മക്കളെ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾ പോയിട്ടാ. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ പോയിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കണ്ടാൽ. പെണ്ണ് കാണാൻ ഒരു മരപ്പൊട്ടം വന്നിരുന്നു ഗൈസ്. വെറും 30,000 ഉലുവയാണ് അവന്റെ ശമ്പളം. പോരാത്തതിന് വാടക വീടും. ഇവനെയൊക്കെ കെട്ടിയാ ഫുള്ള് ദാരിദ്ര്യമായിരിക്കും. നമ്മളൊന്ന് സെറ്റ് ആവാൻ നോക്കുമ്പോഴാണ് ഇതുപോലുള്ളവന്മാര് വരുന്നത്. എന്തോ വലിയൊരു ആപത്തുനിന്ന് കേച്ചിലായി. എന്തോ പുണ്യം ആ പയ്യൻ ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും അല്ലായിരുന്നു മക്കളെ. നമുക്ക് അങ്ങനെ തോന്നിയത്. എന്തായാലും എനിക്ക് ഈ പെൺകുട്ടിനോട് പറയാനുള്ള എന്താ അറിയോ, ഈ കോലും ഇതൊക്കെ കണ്ടിട്ടേ നമ്മളെ മുഖവും ഇതൊക്കെ ഒന്ന് കണ്ണാടിയിലൊക്കെ ഒന്ന് ഇടക്ക് നോക്കണം. മനസ്സിലായ? നമ്മളെ തന്നെ ഒന്ന് കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കിയാലേ ഇതിന്റെ സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ. എന്നിട്ട് വേണ്ട മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കാനും കളിയാക്കാനും. ഇനിയിപ്പോ എത്ര സൗന്ദര്യമുള്ള ഒരാളായി അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തികമുള്ള ആളായി എങ്കിലും ആ കുറച്ച് നേരം ഒരു ചെറിയൊരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തീപ്പൊള്ളലോ ഏറ്റി കഴിഞ്ഞാൽ കഴിയാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഞങ്ങളെപ്പോലത്തെ ആണുങ്ങൾക്ക് അതൊരു കുറച്ചിലുണ്ട്. മനസ്സിലായ? ആണുങ്ങൾ അത്ര കൂസന്മാരല്ല. ആ പയ്യനായതുകൊണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. ആ പയ്യനെ കേട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി തന്നോളൂ. നമുക്ക് അങ്ങനെ പറയാനുള്ളൂ.